രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു കൃഷ്ണ. ഒരു വെള്ളിലേക്ക് മാത്രം നോക്കിയിരുന്നവന്റെ കണ്ണുകൾ ഒരു നിമിഷം പോലും അവളിൽ നിന്നും ചലിച്ചില്ല. മുന്നിലുള്ളവൾ വളരെ വിമിഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത് എന്ന് അവളുടെ ഭാവത്തിൽ നിന്ന് തന്നെ അവനറിയാം. ആദ്യത്തെ 2 ഇടിയപ്പം വേഗത്തിൽ കഴിച്ചവൾ മൂന്നാമത്തെ ആയപ്പോൾ പതുങ്ങി തുടങ്ങി. ഇനിയുമുണ്ട് അതിൽ ഒന്നുകൂടി ബാക്കി. നേരത്തെയാണെങ്കിൽ പുല്ല് വേണ്ടെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയേനെ. ഇതിപ്പോ തന്നോടുള്ള ഭയം കൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്ന് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ മൂന്നാമത്തെയും കഴിച്ചിട്ട് ദയനീയമായി അവൾ അവനെ നോക്കി. ആ നോട്ടം എന്തിനെന്നറിയാമായിരുന്നെങ്കിലും ഗൗരവം ഒട്ടും കുറയ്ക്കാതെ പുരികം പൊക്കി ചോദിച്ചതും പെണ്ണ് ഇരുതോളും ഒരുപോലെ മുകളിലേക്കാക്കി ഒന്നുമില്ലെന്ന് കാണിച്ചു. എങ്കിൽ പിന്നെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പൊക്കൂടെ? ചോദ്യം കേട്ടതും തന്നോടെന്തോ പറയാൻ വന്നവളുടെ കണ്ണുകൾ രണ്ടും പിന്നെയും മിഴിക്കുന്നത് കണ്ടപ്പോൾ അത്രയും നേരമുണ്ടായിരുന്ന ദേഷ്യം മാറി എവിടേക്കോ ഒരു പുഞ്ചിരി തന്നിൽ വന്നു പോകുന്നത് വംശി അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ലാഞ്ചന പോലും മുഖത്ത് വരുത്താതെ അവളെ നോക്കി കണ്ണുരുട്ടിയതും പെണ്ണിപ്പോൾ കരയുമെന്ന ഭാവത്തിൽ അവനെ തന്നെ ഒന്നുകൂടെ നോക്കി. ഇതിനിടയിൽ കോഫി വേണം എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കാനായി ദേവമ്മയും അവരുടെ കൈക്കാളായി കല്യാണിയമ്മയും അടുക്കളയിലേക്ക് പോയിരുന്നു. എന്താടി മിഴിച്ചു നോക്കുന്നത്? എനിക്ക് സത്യമായിട്ടും മതി വിച്ചേട്ടാ, ഇനിയും കഴിച്ചാൽ എന്റെ വയറ് പൊട്ടിപ്പോ. തനിക്ക് അല്പം പോലും ദേഷ്യം വരാത്ത രീതിയിൽ അത്രയും പതുക്കെയാണ് പറച്ചിൽ. അതിന് നീ വല്ലൊന്ന് കഴിച്ചോടി. എടി, നീ കഴിക്കുന്ന ഗുളികകളെല്ലാം വളരെ പവർഫുൾ ആണ്, അറിയോ നിനക്കത്? നന്നായി ആഹാരം കഴിക്കാതിരുന്നാലുണ്ടല്ലോ പൊന്നുമോളെ 8ന്റെ പണി വാങ്ങിച്ചു കൂട്ടുന്നീ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അവൾ ആഹാരം കഴിക്കാതെ നിന്ന് കുഞ്ഞു കളിക്കുന്നു. ദേഷ്യമായിരുന്നെങ്കിലും ഗൗരവം ആവോളം ഉണ്ടായിരുന്നു അവന്റെ ശബ്ദത്തിൽ. സത്യമായിട്ട് വയറ് നിറഞ്ഞിട്ടാണ് ഏട്ടാ. വിച്ചേട്ടനൊന്ന് നോക്കി, ഇനി എന്തെങ്കിലും കൂടി കഴിച്ചാൽ എന്റെ ഈ വയറ് പൊട്ടിപ്പോകും. പെണ്ണ് വല്ലാതെ ദയനീയതയൊക്കെ ഇട്ട് വയറ്റിൽ കൈയിട്ടുരുട്ടുന്ന നേരത്താണ് വംശിയുടെ ഇടത് കൈ അവളുടെ വയറിന് മുകളിൽ തൊട്ടത്. വിച്ചേട്ടാ! ഞെട്ടിപ്പോയവൾ. സാധാരണ എല്ലാരോടും പറയും പോലെ പറഞ്ഞതാണ്. പക്ഷെ ഒരിക്കലും അവൻ വന്ന് തൊട്ടുനോക്കും എന്ന് കരുതിയില്ല. വാട്ട്? അവളുടെ വയറ്റിൽ നിന്നും കൈ മാറ്റാതെ തന്നെ അവന്റെ കണ്ണുകൾ കൂർത്തു. വിച്ചേട്ടാ, കൈ എടുത്തേ, എന്തായി കാണിക്കുന്നേ? അവന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പെണ്ണ് ചുറ്റും നോക്കി. അകത്തു നിന്ന് അമ്മയുടെയും അമ്മമ്മയുടെയും ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും വരാം. നീ ആരെയും നോക്കുന്നത്? അവൾക്കൊപ്പം അവന്റെ കണ്ണുകളും പിന്നിലേക്ക് പാഞ്ഞുപോയി. അവരാരെങ്കിലും വരുന്നതിന് മുന്നേ ഈ കൈ ഒന്ന് എടുക്കാമോ? എങ്ങനെയൊക്കെയോ വലിച്ചു മാറ്റാൻ നോക്കിയിട്ട് ചെക്കന്റെ കൈ അവിടെ നിന്നും അനങ്ങുന്നില്ലെന്ന് കണ്ട് പേടിയോടെയും വെപ്രാളത്തോടെയുമാണ് പെണ്ണത് ചോദിച്ചത്. ആര് വന്നാലും എന്റെ കൈ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം? നീയല്ലേ പറഞ്ഞത് വയറ് നിറഞ്ഞിട്ട് ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന്? പൊട്ടിപ്പോകുന്ന ദൂരെ ഇനിയൊരു 4-5 ഇടിയപ്പം കൂടി കഴിക്കാനുള്ള സ്ഥലം നിന്റെ ഈ ഉണ്ണിവയറിലുണ്ട്. അവളുടെ വയറ്റിലേക്ക് ഒന്നും കൂടി അമർത്തി അവൻ പറഞ്ഞതും പെണ്ണ് വിയർത്തു തുടങ്ങി. ശരീരമാകെ പടർന്ന വിറയലിൽ താനിപ്പോൾ തളർന്നു വീഴുമെന്ന് തോന്നും പോലെ അവളുടെ കൈകൾ മേശമേലെ അമർത്തിപ്പിടിച്ചു. പരവേശം കൊണ്ട് തൊണ്ടയാകെ വരണ്ടു തുടങ്ങി. ഉമിനീർ പോലും നാവിലില്ലാത്ത അവസ്ഥ. തലയൊക്കെ കറങ്ങിയിട്ട് എന്ത് സംഭവിക്കും എന്ന് സ്വയം അറിയാത്ത പോലെ. പ്ലീസ് വിച്ചേട്ടാ. ശബ്ദം അത്രയും താണുപോയി. അതിൽ ദയ തോന്നിയ എന്തോ അവൻ കൈ പിൻവലിച്ചതും കരയിലകപ്പെട്ട മത്സ്യത്തിന് കടലിൽ വീണ പ്രതീതിയായിരുന്നു അവൾക്കുള്ളിൽ. അമ്മയോ അമ്മമ്മയോ കണ്ടിരുന്നെങ്കിൽ? ആ ഒരു ചോദ്യം തൊണ്ടക്കുഴി വരെ വരും പോലെ തോന്നിയതും അകത്തു നിന്നും ആരൊക്കെയോ വരുന്ന ശബ്ദം കേട്ടു. അവർ രണ്ടുപേരും വരുവാണെന്ന് കരുതി പെണ്ണ് കണ്ണ് മുറുക്കി അടച്ചു. ഇത്തിരി നേരം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് അനക്കമൊന്നുമില്ല എന്ന് കണ്ട് കണ്ണു തുറന്നവൾ കാണുന്നത് അവളെയും നോക്കിയിരിക്കുന്നവനെയാണ്. മതി, ഞാൻ എഴുന്നേൽക്കുക. ഇനിയും അവന് മുന്നിലിരുന്ന് ഉരുകാൻ വയ്യെന്ന പോലെ പെണ്ണ് എഴുന്നേറ്റതും അവളുടെ കയ്യിൽ പിടിവീണ്ടിരുന്നു. കഷ്ടമുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവളുടെ ചുണ്ട് പിളർന്നു പോയിരുന്നു. ആഹാരം വേസ്റ്റ് ചെയ്യരുത് ധാത്രി. അത് പറയുമ്പോൾ കുറച്ചു മുന്നേ കണ്ട ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവന്റെ ശബ്ദത്തിൽ. എനിക്ക് സത്യമായിട്ടും വേണ്ടാഞ്ഞിട്ടാണ്. പറഞ്ഞു തീരും മുന്നേ തന്നെ അവൻ അവളെ പിടിച്ചിരുത്തി കൈ ആഹാരത്തിൽ വെക്കുന്നതിനോടൊപ്പം തന്നെ അല്പം കൂടി അരികിലേക്കിരുന്ന് വായു തുറന്നു.
പെണ്ണ് ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി. വിച്ചേട്ടാ, നീയായി തന്നാൽ ഞാൻ കഴിക്കും. അല്ല, ഇനി ഞാനായിട്ടാണ് തരുന്നെങ്കിൽ ഇതിന്റെ ഒപ്പം 3 കൂടി നീ കഴിക്കും. പറയ്, എന്താ വേണ്ടേ? ചെക്കന്റെ ആ ചോദ്യത്തിൽ കണ്ണു മിഴിച്ചു നിന്നുപോയി അവൾ. എന്നെ നോക്കി കണ്ണു മിഴിച്ചിരിക്കാതെ നീ തരുന്നുണ്ടോ? ചെവിക്ക് കീഴിലായി വന്നുള്ള അവന്റെ ഭീഷണിയുടെ ശബ്ദത്തിൽ കയ്യിലിരുന്നത് പിന്നെയും പാത്രത്തിലേക്ക് തന്നെ വീണു. ഇതൊരു നടക്ക് പോകില്ല. അവൻ തല കുലുക്കിക്കൊണ്ട് അവളുടെ മുന്നിലിരുന്ന പ്ലേറ്റ് തനിക്കടുത്തേക്ക് വെച്ച് അതിലേക്ക് ഇടിയപ്പം ഇടാൻ തുടങ്ങുന്ന കണ്ടതും പെണ്ണ് കാക്രാഞ്ചുന്ന പോലെ ആ പാത്രമെടുത്ത് മുന്നിലേക്ക് വെച്ച് അതിൽ നിന്നും ഒരു പീസെടുത്ത് അവന്റെ വായിലേക്ക് വെച്ചു കഴിഞ്ഞിരുന്നു. കണ്ണ് ചിമ്മിയ നേരം കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ വായിലേക്ക് വന്ന ആഹാരം ചവയ്ക്കുന്നതിന് പകരം വംശിയുടെ കണ്ണുകൾ അവളിൽ മാത്രമായി തറഞ്ഞുപോയി. ആരേലും കാണും മുന്നേ ഒന്ന് വേഗം കഴിക്കൂ. തന്റെ നേർക്കാണ് കൈയെങ്കിലും കണ്ണ് മുഴുവൻ പിന്നിലേക്കാക്കി അടുക്കളയിലേക്ക് എത്തി നോക്കിക്കൊണ്ടാണ് പറച്ചിൽ. അകത്തു നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും അവര് കേറി വരും. ആ ഒരു വെപ്രാളത്തിൽ അവിടെ നോക്കി തിരിയുമ്പോഴാണ് കാണുന്നത് താൻ കൊടുത്ത ആഹാരം അതുപോലെ വായിൽ വെച്ചിരിക്കുന്നവനെ. ഇതിപ്പോഴും വായിൽ വെച്ചോണ്ടിരിക്കുവാണോ? വേഗം ഒന്ന് കഴിക്കാൻ എന്റെ വിച്ചേട്ടാ. അവരാരെങ്കിലും വരുമോ കാണുമോ എന്നൊക്കെയുള്ള ഭയത്തിൽ അവൾ അടുത്ത പീസെടുത്ത് അവന്റെ ചുണ്ടിലേക്ക് തൊടാൻ തുടങ്ങിയതും ആ കൈത്തണ്ടയിൽ പിടിമുറുകിയിരുന്നു. പിന്നെ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ മെല്ലെ ചവച്ചു. സാധാരണ വേഗത്തിൽ കഴിക്കുന്നവൻ അന്ന് അത്രയും സമയമെടുത്ത് കഴിക്കുന്ന കണ്ടതും അവളുടെ കണ്ണുകൾ കൂർത്തു. ഒപ്പം ശരീരമാകെ പടരുന്ന വെപ്രാളത്തിൽ കൈയും കാലുമൊക്കെ വിറയ്ക്കാനും തുടങ്ങി. ഇതിപ്പോ മനഃപൂർവ്വമാണ്. ഇത്തിരി വേഗത്തിൽ കഴിക്കാൻ പറഞ്ഞതിന്റെ അഹങ്കാരം. എന്റെ മഹാദേവ, അവരെങ്ങാനും കണ്ടുകൊണ്ട് വന്നാൽ തീരെ ഞാൻ. നീ എന്തെങ്കിലും പറഞ്ഞോ? അവനെയും പിന്നാമ്പുറവും മാറി മാറി നോക്കി ചുണ്ടുകൾക്കിടയിലിട്ട് ഞൊടിയുന്നവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വായിലേക്ക് വെച്ചവൻ ചോദിച്ചു. അതെ, ഈ ഇരിക്കുന്ന ആൾക്ക്. അവൾ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് അവന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഒന്ന് കുത്തി. ഇന്ദ്രനെയും ചന്ദ്രനെയും ഒന്നും പേടിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേങ്കിലേ, എനിക്കുണ്ടല്ലോ അകത്തേക്ക് പോയ ആ 2 നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതൊന്ന് കഴിക്കോ? അത് കേട്ടതും അത്രയും നേരം അവൾക്ക് നേരെ ചാരിയിരുന്നവൻ നിവർന്ന് കസേരയിലേക്കിരുന്നു. അകത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇത്തിരി കറിയും കൂടി ഒഴിച്ച് കുഴച്ച് അവന് നീട്ടുമ്പോഴാണ് ചെക്കൻ പിന്നിലേക്കിരിക്കുന്നത് കണ്ടത്. കാണുന്നവർ വന്ന് വ്യക്തമായി കണ്ടോട്ടെ എന്നൊരഹങ്കാരത്തോടെ. വിച്ചേട്ടാ, അവൾക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. ഇത് മനഃപൂർവ്വമാണ്. താൻ പറഞ്ഞതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതും മാത്രം. കഴിക്ക് പ്ലീസ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞവന്റെ വാശി കൂട്ടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പെണ്ണ് പിന്നെയും കെഞ്ചി. അവര് കൂടി വരട്ടെ, എന്നിട്ടേ ഇനി കഴിക്കുന്നുള്ളൂ. പറയുന്നതിനൊപ്പം തന്നെ അവൻ കാലിന്മേൽ കാല് കയറ്റിയിരുന്നു. അത് കണ്ടതും പെണ്ണാകെ തളർന്ന പോലെ അവനെ നോക്കി. നീ എനിക്കിങ്ങനെ വാരിത്തന്നാൽ അവരൊക്കെ എന്താ നിന്നെ പറയാൻ പോകുന്നതെന്ന് എനിക്കും കൂടി അറിയണമല്ലോ. ഇനിയിപ്പൊ അതറിഞ്ഞിട്ടേ വാശി പോലെ അവൻ പറഞ്ഞതും അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. നീ എന്തിനാ കരയുന്നേ? അതുവരെ വാശി മാത്രം ഭരിച്ചിരുന്ന മുഖത്ത് പെട്ടെന്നാണ് ദേഷ്യം പടർന്നത്. ധാത്രി നിന്നോടാണ് ചോദിച്ചത്. അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവളുടെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ചവൻ ചോദിക്കുമ്പോൾ അവന്റെ പല്ല് ഞെരിയുന്ന ശബ്ദം അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഒന്നുമില്ല. കൂടുതൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കാതെ അവളുടെ മിഴികൾ പിന്നെയും താന്നു. വെറുതെ ഇരുന്ന് കരയാൻ നിനക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തുണ്ടോടി? അപ്പോഴേക്കും ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകളും ചുവന്നു തുടങ്ങി. എനിക്ക് നോവുന്നു വിച്ചേട്ടാ. അവൻ മുറുക്കി പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് നോക്കി പെണ്ണ് പറഞ്ഞതും അവൻ ആ കൈ അയക്കാതെ തന്നെ അവളെ അടുക്കിലേക്ക് വലിച്ചടുപ്പിച്ചു. എന്തായാലും എന്റെ അത്രയും നോവില്ല. അവളുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുകളെ കണ്ടവൻ പെണ്ണവന്റെ നെഞ്ചൊന്ന് വിറച്ചു. ഈ നേരം വംശിയുടെ നോട്ടവും അവളിൽ മാത്രമായിരുന്നു. പെണ്ണിനോട് ദേഷ്യം കാണിക്കാനും വാശി പിടിപ്പിക്കാനും ഒക്കെ വല്ലാത്തൊരു സന്തോഷമാണ്. പക്ഷെ അതൊക്കെ അവളുടെ ആ കണ്ണുനീരിൽ തീരും. ആ കണ്ണ് നിറയുന്നത് കണ്ടാൽ ഉള്ളിൽ ഒരു പിടപ്പാണ്. ചുറ്റുമുള്ള ലോകമാകെ ഒറ്റ നിമിഷം കൊണ്ട് നിന്ന പോലെ തന്നെ ഹൃദയം പോലും മിടിക്കാൻ മറക്കും.
എല്ലാത്തിനും അപ്പുറം അവൾക്കറിയുന്നത് ഇഷ്ടമല്ല. എവിടെ നിന്ന് അറിയാതെ ലോകം മുഴുവൻ നശിപ്പിക്കാൻ പാകത്തുള്ള ദേഷ്യം അറിയാതെയാണ് ഉള്ളിൽ ജനിക്കുക. ആ ഒരു വാശിയിൽ അവളുടെ കയ്യിലെ പിടി വല്ലാതെ മുറുകി. അപ്പോഴാണ് അടുത്തേക്ക് വരുന്ന കാലടി ശബ്ദം അവൾ കേൾക്കുന്നത്. അവരെ അറിഞ്ഞെന്നപോലെ പെണ്ണവന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് മാറി. അമ്മമാർ പുറത്തേക്ക് വന്നതും ഒത്തിരുന്നു. കല്യാണിയമ്മയുടെ നോട്ടം ആദ്യം ചെന്നെത്തിയത് കൊച്ചുമകളിലാണ്. മുഖം കുനിച്ച് മേശയിൽ ഇരിക്കുന്നവനും അവളെ നോക്കി ദഹിപ്പിക്കുന്ന പോലെ മുന്നിൽ മറ്റൊരുവനും. ദേവമ്മ വേഗം വന്ന് കോഫി അവന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ കല്യാണിയമ്മ അടുത്തേക്ക് വന്ന് കൊച്ചുമോളെ പൊതിഞ്ഞു പിടിക്കുന്ന തിരക്ക് പോലെ ആ കൈ അവളുടെ തോളിൽ വെച്ചു. കോഫി ചുണ്ടോടടുപ്പിക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച അതാണ്. ആ കാഴ്ച എന്തോ ഇഷ്ടപ്പെടാത്ത പോലെ അവന്റെ മുഖം കുറച്ചും കൂടി കയറി കടുത്തു. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറുമ്പോൾ നോക്കി നിൽക്കാനേ താഴെ നിന്ന് രണ്ടുപേർക്കും കഴിഞ്ഞുള്ളൂ. വിച്ചേട്ടാ, എന്തായി കാണിക്കുന്നേ? തന്റെ കയ്യിൽ മുറുക്കി പിടിച്ച് നടക്കുന്നവനോട് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ തിരിച്ച് അതിലും ദേഷ്യത്തോടെ നോട്ടമാണ് മറുപടിയായി കിട്ടി. അവളെ വലിച്ചുകൊണ്ട് നടക്കുമ്പോഴും വേഗത്തിൽ നടക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അവൻ അവൾ നേരെ കൊണ്ടുപോയത് സ്വന്തം മുറിയിലേക്കാണ്. ഞാനെന്താ ഇവിടെ? വാതിൽക്കൽ ചോദ്യത്തോടെ നിന്നവളെ ഇടുപ്പിൽ പിടിച്ചുയർത്തി അവൻ നേരെ കട്ടിലിൽ കൊണ്ടുവന്നിരുത്തി. അന്തം വിട്ട് വാ പൊളിച്ചു നോക്കുന്നവളുടെ വായടച്ചുകൊണ്ട് അവൻ അവളെ ഒന്നും കൂടി കട്ടിലേക്ക് കയറ്റിയിരുത്തി കാലിന് മുകളിലേക്ക് ഷീറ്റ് വലിച്ചിട്ടു. എന്തെങ്കിലും ഒരു വാക്ക് ചോദിക്കാൻ തുടങ്ങും മുന്നേ മുറിയിൽ നിന്നും ഇറങ്ങിയും പോയി. വിച്ചേട്ടാ! ആ വിളി പൂർത്തിയാവും മുന്നേ തന്നെ കയ്യിൽ ഒരു കവറുമായി കയറി വരികയും ചെയ്തു. അവളുടെ നോട്ടത്തെയോ വിളിയോ അവഗണിച്ചുകൊണ്ട് അതിൽ നിന്നും മെഡിസിൻ എല്ലാം എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. ഉള്ളം കൈയിലേക്ക് വെച്ചു കൊടുത്ത മരുന്ന് കഴിക്കാതെ അവനെ നോക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇടത് കൈയുടെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് ആ വാവൊന്ന് അമർത്തി പിടിച്ച് ഓരോ ഗുളികയെ ഇട്ടുകൊടുത്ത് അവൻ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കാത്തവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ തനിയെ കഴിച്ചോളാം ഏട്ടാ. ആദ്യമേ ചെയ്യണമായിരുന്നു. ആദ്യത്തെ ഗുളിക കഴിഞ്ഞപ്പോഴേ അവന്റെ കയ്യിൽ കയറി പിടിച്ചതിന് കിട്ടിയ മറുപടി അങ്ങനെയാണ്. ഒപ്പം കയ്യിലിരുന്ന 3 ടാബ്ലറ്റ്സും അവൻ തന്നെ അവളുടെ വായിലേക്ക് വെച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഈ മുറിയിൽ ഉണ്ടാവണം ഞാൻ വരുമ്പോഴും. അവളുടെ അടുത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിനൊപ്പം ഗർജനവും പുറപ്പെട്ടു. വിച്ചേട്ടൻ വരുന്ന വരെയോ? രാത്രി വരെ ഈ മുറിയിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കാനോ? ചോദ്യം ചോദിച്ചുകൊണ്ട് പെണ്ണ് കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ പോയതും അടുത്ത നിമിഷം അവൻ അവളെ കരവലയത്തിൽ ഒതുക്കിയിരുന്നു. ഇവിടെ ഇരിക്കാൻ വയ്യെങ്കിൽ വന്നേ, നമുക്ക് കമ്പനിയിലേക്ക് പോകാം. തന്റെ കണ്ണിൽ നിന്ന് കണ്ണെടുക്കാതെയുള്ള അവന്റെ ആ പറച്ചിലിൽ അവൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് ഉറപ്പുണ്ടായിരുന്നവളുടെ തൊണ്ടക്കുഴിയിൽ ഉമിനീർ വന്ന് കെട്ടി. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആർ യു ഷ്യൂർ? അവളുടെ ചെവിക്കരിയിലേക്ക് ചുണ്ടടുപ്പിച്ചുള്ള ചോദ്യത്തിൽ നിശ്വാസം പതിഞ്ഞനമെല്ലാം ഈറൻ തട്ടുന്ന പോലെ അവൾക്കുള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. അപ്പോ രാത്രി വരെ ഈ മുറിയിലിരിക്കാൻ ധാത്രിക്ക് പ്രശ്നമില്ല. അവന്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പെണ്ണ് ഇല്ലെന്ന് മൂളിയെങ്കിലും അവന്റെ കൈ അല്പം പോലും അവളിൽ നിന്ന് അയഞ്ഞില്ല. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുവാണ്. വേഗത്തിൽ അവൾ തലയാട്ടി. ഏതു നിമിഷവും അച്ഛമ്മയും അമ്മമ്മയൊക്കെ കയറി വരും. അവരെങ്ങാനും ഇത് കണ്ടുകൊണ്ട് വരണം. ആലോചിക്കുമ്പോൾ പോലും തല കറങ്ങുന്ന പോലെ തോന്നുന്നവൾ അവൻ എങ്ങനെയെങ്കിലും ആ മുറിയിൽ നിന്നൊന്ന് പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. ഞാൻ ഇവിടെയില്ല എന്ന് കരുതി നീ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നിന്റെ മുട്ടുകാർ ഞാൻ തല്ലി ഒടിക്കും. കേട്ടോ? കേട്ടു. ആ നേരം അവൻ എന്തു പറഞ്ഞാലും അവൾ കേൾക്കുമായിരുന്നു. കാരണം അവനൊന്ന് പോകണമെന്ന് അവൾ അത്രയ്ക്കും ആഗ്രഹിച്ചു. പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് അവൻ അറിയുന്നില്ലല്ലോ എന്നായിരുന്നു ആകെയുള്ള ആശ്വാസം. പക്ഷെ അവളുടെ മനസ്സിലെ ഓരോ വരിയും വായിച്ചെടുക്കുന്നവന് പെണ്ണിന്റെ മുഖഭാവം കണ്ട് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ പോയിട്ട് പുറത്തിറങ്ങാനാകും പൊന്നുമോൾ ഇപ്പൊ വിചാരിക്കുന്നത് അല്ലേ? മനസ്സിലുള്ള കാര്യം അതുപോലെ മുഖത്ത് നോക്കി ചോദിക്കുന്നവന്റെ കണ്ണുകളിൽ കണ്ടത് ഞെട്ടി നിൽക്കുന്നവളെയാണ്. തന്റെ മനസ്സിലുള്ളത് ഞാൻ കൃത്യമായി കണ്ടുപിടിച്ചതിന്റെയാണ് ഈ ഞെട്ടലെങ്കിൽ
ജീവിതകാലം മുഴുവനും നീ ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ. അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ പെണ്ണിനെ പിന്നെയും കട്ടിലേക്ക് തന്നെ ഇരുത്തി. ഒപ്പം കയ്യിലിരുന്ന ഫോൺ അവൾക്ക് നേരെ നീട്ടുകയും ചെയ്തു. ഇത് ഇതെന്തിനാ? നിനക്ക് ഫോണില്ലല്ലോ? ഏ, ഉണ്ട്, താഴെ. അവൾ പെട്ടെന്ന് കയറി പറഞ്ഞു. ഓ, ആ സോപ്പ് പെട്ടി ഞാനും കണ്ടിരുന്നു. അവളുടെ ഫോണിനെ കളിയാക്കി സോപ്പ് പെട്ടിന്ന് വിളിച്ചതുമല്ല, പെണ്ണിന്റെ മുഖം കയറി ചുവന്നു. എന്റെ ഫോൺ സോപ്പ് പെട്ടി ഒന്നുമല്ല, നല്ല ഒന്നാന്തരം ഫോണാണ്. പിന്നെ ഡയാന രാജകുമാരി ഉപയോഗിച്ചു കിട്ടുന്ന ഫോണല്ലേ നിന്റത്. അത്യാവശ്യം നല്ലോണം കളിയാക്കിയാണ് പറഞ്ഞതെങ്കിലും അവൾക്ക് കേൾക്കാൻ പാകത്തിൽ തന്നെയാണ് അവനത് പറഞ്ഞത്. കാരണം അതിന്റെ പേരിൽ ഒരു തർക്കം അവൻ ആഗ്രഹിച്ചില്ല. ശരിയാ, നിന്റെ ഫോൺ നല്ലതാണ്. പക്ഷെ തൽക്കാലം ആ നല്ല ഫോൺ നീ ഉപയോഗിക്കണ്ട. ഇത് ഉപയോഗിച്ചാൽ മതി. പക്ഷെ എനിക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല വിച്ചേട്ടാ. പിന്നെ ഇത് വിച്ചേട്ടന്റെ ഫോണും അല്ലേ? അവളും മെല്ലെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അതിന് എന്റെ ഫോൺ നിനക്ക് ഉപയോഗിച്ചാൽ പറ്റില്ലേ? പ്രത്യേകിച്ച് അതിനകത്ത് അറിയാൻ ഒന്നുമില്ല. തൽക്കാലം നിനക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പറയുന്നതിനൊപ്പം തന്നെ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി പിന്നെ അതിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് അവളുടെ കയ്യിലേക്ക് തന്നെ അവൻ ഫോൺ തിരിച്ചു പിടിച്ചു. അയ്യോ! പെണ്ണ് പേടിച്ച് കൈ പിൻവലിച്ചതും അവൻ അതുപോലെ തന്നെ കൈയെടുത്ത് ഫോണിലേക്ക് വെച്ചു. പേടിക്കല്ലേ ധാത്രി, നിന്റെ ഫിംഗർ പ്രിന്റും കൂടി ആഡ് ചെയ്തതാണ്. ഇനി ഇതുപോലെ വിരൽത്തുമ്പൊന്ന് തൊട്ടാൽ മതി, ഫോൺ ഓണാകും. ഒരിക്കൽ കൂടി കൈവെക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചപ്പോൾ പെണ്ണ് മെല്ലെ ഒന്ന് തൊട്ടതും ഫോണിന്റെ സ്ക്രീൻ ഓണായി. പക്ഷെ അതിന്റെ വെട്ടം കണ്ടത് ഓണായപ്പോൾ ആ കണ്ണുകളിലാണെന്ന് തോന്നിപ്പോയി വംശിക്ക്. പിന്നെയുള്ള അല്പനേരം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തവൻ അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റു. ഇന്നത്തെ ദിവസം ഇവിടെ ഈ മുറിയിൽ, ഓക്കെ? വേറെ ഒരിടത്തും നീ പോകില്ല. നിനക്ക് കഴിക്കാനുള്ളതൊക്കെ ഇവിടെ എത്തും. അതിന്റെ പോലെ നീ താഴേക്ക് പോയേക്കരുത്. ഞാൻ പറയുന്ന എന്തെങ്കിലും നീ തെറ്റിച്ചാൽ. തെറ്റിക്കില്ല. വീർത്ത് കെട്ടിയ മുഖത്ത് നോക്കി അവള് മെല്ലെ പറഞ്ഞു. അപ്പോ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല എന്നുറപ്പാണ്. ആ മുഖത്ത് നോക്കി തലയാട്ടുമ്പോൾ എത്ര പുറത്തേക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ എത്തുക തന്നെ ചെയ്തു. അപ്പൊ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്ദി.